ഞാനൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടണ ഉണ്ടമുളക് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. മധുരമൊക്കെ ചേർത്ത് വ്യത്യസ്തമായൊരു രീതിയിൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 350 ഗ്രാം മുളക് ഞെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കണതാണ്. ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് കീറി കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി. ഇനി ഈ മുളകൊന്ന് വാട്ടിയെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങാനുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് ചുരുക്കയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് വറ്റേ മുഴുവൻ വറ്റണ്ട, ഒരു കുറച്ച് വെള്ളം കിടന്നു എന്ന് ഓർത്ത് കുഴപ്പമില്ല. നമുക്കിത് അടച്ചു വെക്കാം. 100 ഗ്രാം വാളംപുളിയാണ് എടുത്തേക്കണത്. ഇത് 3 കപ്പ് വെള്ളമുണ്ട്. 3 കപ്പ് വെള്ളത്തിലേക്ക് ഈ വാളംപുളി ഇട്ട് കുതിർത്തി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി ഇത് തുറന്നു വെച്ച് വേവിക്കാം. വേഗം വെള്ളം അങ്ങ് മാറ്റട്ടെ. ഇളക്കിയിട്ട് ഇങ്ങനെയും കൊടുക്കാം. അപ്പം മുകളിൽ കിടക്കണ മുളകൊക്കെ അടിയിലേക്ക് വന്നോളൂ. വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ബാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാകത്തിൽ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതാണ്. അതൊരു 2 കുടം വെളുത്തുള്ളി ഉണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് അതും കൂടെയും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊടി കരിയാതെ വളരെ ശ്രദ്ധിക്കണം. ഇത് പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞിട്ട് അരിച്ചൊഴിക്കാം അതിലേക്ക്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 100 ഗ്രാം ശർക്കരയും കൂടെ ഇതിലേക്ക് ഇടാം. ശർക്കര ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ഇതൊക്കെ ഒന്ന് കുറുകി വരണം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കണേ. എന്നാലും ഒരു അരപ്പിന് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പിടാം. അരപ്പൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറുകി വരുമ്പോഴത്തേക്കും ശർക്കരയുടെ മധുരവും പുളിയും ഒക്കെ ഈ മുളകിൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുളകൊന്ന് കീറി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ വെള്ളം കുറുകി വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ വറ്റണ്ട. ഇത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ നല്ല പാകത്തിന് കുറുകി വന്നോളൂ. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാറ് ചൂടൊക്കെ ആറി പുളിയും മധുരമൊക്കെ പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ചോറിന് കൂട്ടാനായിട്ട് ഈ ഒരു മുളകച്ചാറ് മാത്രം മതി. അപ്പോൾ ഈ അച്ചാറ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.